ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ താർ റോക്സിന്റെ MX5 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. താർ റോക്സിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുള്ളതും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന വേരിയന്റും ഈ MX5 വേരിയന്റ് ആണ്. കാരണം നമ്മുടെ 4-wheel ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 4-wheel ഡ്രൈവിന്റെ ബേസ് വേരിയന്റ് എന്ന് വിളിക്കാവുന്നതും ഈ MX5 വേരിയന്റിന് തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ MX5 മിഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. താർ റോക്സിന്റെ ബേസ് വേരിയന്റായ MX1ന് എക്സ് ഷോറൂം പ്രൈസ് പെട്രോൾ വേരിയന്റിന് കമ്പനി പറഞ്ഞിരുന്നത് 12,99,000 രൂപയാണ്. ആ വേരിയന്റ് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 15,70,000 രൂപ വരും ഇതിന്റെ ബേസ് MX1 പെട്രോൾ ഓൺ റോഡ് ഇറങ്ങാൻ. ഈ ബേസ് MX1ൽ തന്നെ ഡീസലും അവൈലബിൾ ആണ്. ഡീസൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,80,000 രൂപ. അതായത് പെട്രോളും ഡീസലും തമ്മിൽ ഓൾമോസ്റ്റ് 90,000 രൂപയുടെ ഡിഫറൻസ് ആണ് ബേസ് വേരിയന്റിന് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന MX5 വേരിയന്റ് താർ റോക്സിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന ഒരു വേരിയന്റ്, ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റ്. അതുപോലെ തന്നെ ഈ വേരിയന്റിൽ നമുക്ക് പെട്രോൾ അവൈലബിൾ ആണ്, ഡീസൽ അവൈലബിൾ ആണ്, 2-wheel ഡ്രൈവ്, 4-wheel ഡ്രൈവ്, ഓട്ടോമാറ്റിക്, മാനുവൽ, അങ്ങനെ എല്ലാ ഓപ്ഷനുകളിലും അവൈലബിൾ ആയിട്ടുള്ള റോക്സിന്റെ അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന ഒരു മോഡലും ഈ MX5 തന്നെയാണ്. ഈ MX5 വേരിയന്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റ് ഇതിന്റെ 2-wheel ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ വേരിയന്റ് ആയിരിക്കും. ഇത്രയും വലിയ വാഹനം ഒട്ടുമിക്ക ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ടും ആയിരിക്കും പ്രിഫർ ചെയ്യുക. മാനുവലിലേക്ക് പോകേണ്ടവർ തീർച്ചയായിട്ടും 4-wheel ഡ്രൈവ് ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ MX5 2-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22,80,000 രൂപയും, പെട്രോൾ വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 2-wheel ഡ്രൈവ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് വരുന്നത് 22,10,000 രൂപയും. അപ്പോൾ പെട്രോളും ഡീസലും തമ്മിൽ ഓൾമോസ്റ്റ് 70,000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി അതിന്റെ ആ ഒരു ഡീസൽ വേരിയന്റ് ആണ്. 2-wheel ഡ്രൈവിൽ നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്. മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസലിന് 21 ലക്ഷം രൂപയും, പെട്രോൾ 2-wheel ഡ്രൈവ് മാനുവലിന്റെ പ്രൈസ് വരുന്നത് 20,47,000 രൂപ. അപ്പോൾ പെട്രോളും ഡീസലിൽ ഓട്ടോമാറ്റിക്കും മാനുവലും തമ്മിൽ 2-wheel ഡ്രൈവിൽ പ്രൈസിന്റെ ഡിഫറൻസ് വരുന്നത് ഏകദേശം 1,70,000 രൂപയാണ്. 1,70,000 രൂപ അധികം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. പെട്രോളിലും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ് അധികം വരുന്നത്. ഇനി നമുക്ക് ഈ MX5 വേരിയന്റിൽ 4-wheel ഡ്രൈവ് അവൈലബിൾ ആണ്. 4-wheel ഡ്രൈവ് ഡീസലിൽ മാത്രമാണ് വരുന്നത്, പെട്രോളിൽ 4-wheel ഡ്രൈവ് വരുന്നില്ല. അപ്പോൾ ഡീസൽ മാനുവൽ വേരിയന്റിന് MX5 ഡീസൽ മാനുവൽ 4x4 വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 23 ലക്ഷം രൂപയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് 2-wheel ഡ്രൈവിന്റെ പ്രൈസിനേക്കാളും 20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ MX5 4x4 മാനുവൽ കിട്ടും. നമുക്ക് ഡീസലിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അത് AX5 ലക്ഷറി എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്. ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 26,60,000 രൂപയാണ്. അതാണ് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ്. ടോപ്പ് എൻഡ് മോഡൽ താർ റോക്സിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും നമുക്ക് തരുന്ന ഒരു മിഡ് വേരിയന്റ് ശരിക്കും ഈ MX5 വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചുറ്റും റൗണ്ടഡ് ഷേപ്പിൽ ഒരു DRL കൊടുത്തിട്ടുണ്ട്, അതും LED ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിനോട് ചേർന്ന് തന്നെ വശങ്ങളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും LED ആണ്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പും വരുന്നുണ്ട്. ഫോഗ് ലാമ്പും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ LED യൂണിറ്റ് ആണ് ഈ ഒരു ഫ്രണ്ടിൽ വരുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് ഗ്രില്ലൊക്കെ നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു 6 സ്ലോട്ട്സ് ഉള്ള ഗ്രില്ല്, നടുക്കൊരു വെർട്ടിക്കൽ കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹെവി ഫീല് തോന്നിക്കുന്ന ആ ഒരു ബമ്പർ ശരിക്കും ഒരു 4x4 അല്ലെങ്കിൽ ഒരു പ്രോപ്പർ SUV എന്ന് വിളിക്കാവുന്ന ശരിക്കും താറിനെയാണ്. അത് ഈ ബമ്പറിന്റെ ഡിസൈൻ ആണെങ്കിലും ഈ കാണുന്ന ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു SUV ഫീലും നമുക്ക് തരുന്നുണ്ട്. ഒരു 226 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന്. ഏത് റോഡിൽ കൂടെയും പോകാൻ പാകത്തിനുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിൽ നമുക്ക് 19 ഇഞ്ച് വീൽസ് ആണ്. ഇതിൽ 18 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 255, 65 or 18 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അടുത്ത് മഹീന്ദ്ര ലോഗോ ഒക്കെയുള്ള നല്ല കാണാൻ നല്ല സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു
ആലോയ്സ് തന്നെയാണ്. ഒരു വലിയ വീൽ ആർച്ചുകൾ കാണാം. ആ വീൽ ആർച്ചിലാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. മിറേഴ്സ് നമ്മുടെ പഴയ താറി കണ്ട ആ ഒരു സെയിം മിറേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താർ റോക്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇതിപ്പോൾ ആ ഒരു SUV ലുക്ക് തരാനായിട്ട് നമ്മുടെ ഡോറിൻ്റെ ഹിഞ്ചസ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് വരുന്നത് ഫ്രണ്ടിലെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, ടിൽറ്റഡ് ഗ്ലാസ്സുകളൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും വണ്ടി എടുക്കുന്നവരെല്ലാം എന്താണെങ്കിലും 50% വശങ്ങളിലെ ഗ്ലാസ് ടിൽറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാർട്ടർ വിൻഡോ ഒക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മളുടെ ബാക്കിലെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലെ ഡോർ ഹാൻഡിൽ വരുന്നത് ഇങ്ങനെ ടോപ്പിൽ ചേർന്നാണ്. അത് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്കൊരു സിംഗിൾ ഡിൻ സൺറൂഫ് വരുന്നുണ്ട്. ആൻറ്റിന കാര്യങ്ങൾ നമുക്ക് ഇടതുവശത്തായിട്ട് കോർണറിലായിട്ടാണ് ആൻറ്റിന കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു മരുഭൂമിയിലൊരു ഒട്ടകവും പിന്നെ ഇവിടെ ഒരു താറ് കയറി പോകുന്ന ഒരു എംബ്ലവും കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു പീസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബോഡി കളറിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടിയേനെ. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻ്റ് വരെ ബാക്കിലെ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ്സുകൾ ഡീഫോഗർ വാഷർ ആൻഡ് വൈപ്പറോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സ്പെയർ വീല് നമുക്ക് ഡിക്കി മൗണ്ടഡ് എന്ന രീതിയിലാണ് വരുന്നത്. സ്പെയർ വീൽ അലോയ്സ് അല്ല, സ്റ്റീൽ വീൽസ് ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലൊരു കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ താർ റോക്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവിടെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു LED ടൈലൈറ്റ് നമ്മുടെ ടൈലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും അകത്ത് നമുക്ക് ഹാലജനായിട്ടാണ് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അകത്ത് ഇവിടെ LED ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഹാലജനായിട്ട് താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ബാക്കിലെ ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ ബൂട്ട് ഒരു ഡ്യുവൽ രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ തുറന്നതിന് ശേഷം വേണം നമുക്ക് ഈ ഗ്ലാസ് ഏരിയ ഓപ്പൺ ചെയ്യാനായിട്ട്. ഒരു അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. 644 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു ഹുക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ ക്യാമ്പിംഗ് സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാകത്തിനുള്ളൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള ഒരു ബൂട്ട് മാറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ആവുന്ന രീതിയിലാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ 2 ഹെഡ് റെസ്റ്റുകൾ കാണാം. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ്, ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാമാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. നമുക്ക് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഈ ഗ്ലാസ് ഏരിയ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇത് ഡോർ ക്ലോസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള വൈപ്പർ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റീരിയറിലെ ലേഔട്ട് ശരിക്കും ഒരു SUV ലുക്ക് തരുന്ന രീതിയിലാണ് എൻ്റെ ലേഔട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പഴയ താറിനോട് സിമിലർ ആയിട്ടുള്ള ലേഔട്ടാണ്. ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു സ്ക്രീനും സ്റ്റിയറിംഗ് വീലുമാണ്. സ്ക്രീനും സ്റ്റിയറിംഗ് വീലും നമ്മൾ XUV 700 കണ്ട ഒരു സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പലർക്കും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാണ്ട് പോയതും ഇതിലെ ആ കളർ ടോണും കാര്യങ്ങളുമാണ്. ഇതിപ്പോൾ ടോപ്പിൽ ബ്ലാക്ക് കളറിലും ഡ്യുവൽ ടോൺ ആണ്. ടോപ്പിൽ ബ്ലാക്ക്, താഴെ വൈറ്റ്, സീറ്റ് കാര്യങ്ങളെല്ലാം വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫ് റോഡർ 4x4 വെഹിക്കിളിന് വൈറ്റ് കളർ വന്നാൽ എന്താണെന്നുള്ളതാണ് അഭിപ്രായം. ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ ഡോർ പാഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. നമുക്ക് 3 പെഡലുകൾ കാണാം. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാര്യങ്ങൾ കാണാവുന്നതാണ്. ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ ഇവിടെ കോർണറിലായിട്ടാണ് നമുക്ക് എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കീ ഇടുന്ന സെയിം സ്പേസിൽ തന്നെയാണ് പുഷ് ബട്ടൺ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഫ്യൂവൽ ലിഡ് ഇപ്പോൾ അകത്തുനിന്ന് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്. ഈ കാണിച്ച ട്രാക്ഷൻ കൺട്രോളാണ്. ഈ കൊടുത്തിരിക്കുന്ന ബട്ടൺ നമ്മളുടെ
ബൂട്ട് ലൈറ്റുകളാണ്. നമുക്ക് ഈ ഒരു ലൈറ്റ് കാര്യങ്ങൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ബാക്ക് സീറ്റിൻ്റെ താഴെയും വരുന്നുണ്ട്. നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനും ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. നമ്മുടെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പീക്കറുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെയായിട്ടാണ്. ഡോറിൽ സ്പീക്കർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു SUV ലുക്കും ഫീലും തരുന്ന ഒരു വാഹനമാണ് താറ്. നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമ്മളൊരു കമാൻഡിങ് ഉയർന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന്. നമുക്ക് ഈ അകത്ത് കയറി ഇരിക്കുമ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഈ കോർണറിലായിട്ട് 2 ഒട്ടകവും ഒരു താറും പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അതും പല സ്ഥലങ്ങളിലും ഒട്ടകവും താറിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. XUV 700 കണ്ട ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. മൾട്ടി ഫംഗ്ഷനിലാണ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്ക് വരുന്നില്ല. ഇതിൽ ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം ആണ്. താഴെ ഇവിടെ എല്ലാവരും സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ താറിലൊക്കെ കണ്ട ആ ഒരു സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോ മീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടയർ പ്രഷർ വാർണിംഗ്, പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂവല്, പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. സിപ്പ്, സൂമ്, സ്നോ, മഡ്, ഈ 2 വീൽ ഡ്രൈവിൽ പോലും ഡ്രൈവ് മോഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പാർക്കിംഗ് സെൻസേഴ്സ് അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യും. അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാം. ഇതിന്റെ AX5 ലക്ഷറിയിലും AX7 ലക്ഷറി ടോപ്പ് എൻഡ് 2 വേരിയന്റുകളിൽ ഇവിടെയും നമുക്കൊരു 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. 6 സ്പീക്കറോട് കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം നമുക്ക് ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 എണ്ണം നമുക്ക് ബാക്കിൽ കോർണറിലായിട്ട്, പിന്നെ നമുക്ക് ഇവിടെ ഓരോ സ്പീക്കറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 6 സ്പീക്കറിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് പോലെയുള്ള ഫീച്ചറുകളും കാണാം. നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിൽ നിന്ന് റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് വാഹനം റിവേഴ്സ് ഇടുന്ന സമയത്തും ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഈ 2 വീൽ ഡ്രൈവ് വേരിയന്റിലും അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ സെന്റർ, എഞ്ചിൻ ടെമ്പറേച്ചർ, നമ്മൾ ഏത് ഗിയർ പൊസിഷനിലാണ്, അങ്ങനെ മറ്റ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ഓൺ റോഡിൽ നമുക്ക് അറിയേണ്ട ടർബോ ബൂസ്റ്റ്, അത്യാവശ്യം വേണ്ട സ്പീഡ്, അങ്ങനെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റേസിംഗ് ട്രാക്കിൽ നമ്മൾ ടൈം ലാപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കത് കസ്റ്റം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും ഈ ഒരു ഇതിനകത്ത് സ്ക്രീനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്യൂവൽ ഇൻഫോ, നമ്മൾ ആദ്യം കണ്ട രീതിയിൽ ആവറേജ് ഫ്യൂവല്, ഫ്യൂവൽ ഇക്കോണമി, അങ്ങനെയുള്ള ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. അത് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഫിസിക്കലായിട്ട് അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് AC വെന്റ്സ് കാണാം. AC വെന്റ്സിന് നടുക്കല്ല ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത്. അതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഇത് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ചൈൽഡ് സീറ്റ് അതിനകത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റിംഗ് ആയിരിക്കും നമുക്ക് ഇവിടെ കത്തുന്നത് കാണാം. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡുകൾ വരുന്ന ഡ്രൈവ് മോഡുകളുടെ ബട്ടണുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ട രീതിയിലുള്ള ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് C 15 വാട്ട്സിന്റെ ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്കിവിടെ താഴെയായിട്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിന്റെ ഗിയർ ലെവൽ കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സ്പേസ്, ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ ഫ്ലിപ്പ് കീസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിന് താഴെ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സെന്റർ ആംബ്രസ്റ്റ്, 2 സെന്റർ ആംബ്രസ്റ്റ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇത് ഈ വശത്ത് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് ഓപ്പൺ ചെയ്യാനും അതിനകത്ത് ചെറിയ
ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ വൈറ്റ് കളറിലുള്ള നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റുകൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കാണാം കോ ഡ്രൈവർ സൈഡിൽ. നമുക്ക് പിന്നെ സൺവൈസേഴ്സ് കൊടുത്തിരിക്കുന്നു, വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് വശത്തും ഇതിനകത്തേക്ക് പിടിച്ച് കയറാണ്ട് ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ് ഉള്ള IR VMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. റീഡിംഗ് ലൈറ്റുകൾ അകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED റീഡിംഗ് ലൈറ്റുകളാണ് രണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്, മിറർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. പിന്നെ ഈ ഒരു വേരിയന്റിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാവുന്നതാണ്, നമുക്ക് സിംഗിൾ റിൻ സൺറൂഫാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പാനോറമിക് സൺറൂഫ് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റുകളാണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിലാണ് വരുന്നത്. നമ്മളത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. 90 ഡിഗ്രി തന്നെ ഈ ഡോറുകൾ നമുക്ക് വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് ശരിക്കും നമുക്ക് വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു യൂണിറ്റ് മാത്രമാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇത് ശരിക്കും ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ക്രോം കളറിൽ കൊടുത്തിരിക്കുന്നു. ക്രോം ഇൻസെറ്റാണ് വരുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. നമുക്കിവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ കളറാണ്. താറെന്ന് പറഞ്ഞ ബാഡ്ജിങ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുക, നമുക്ക് ഇവിടെയെല്ലാം നമ്മുടെ ബൂട്ട് ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലോർ ലൈറ്റിങ് നമുക്ക് അത്യാവശ്യം ഒരു ഏരിയ ഫീല് കിട്ടാനായിട്ട്. ഇനി സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 2 പേർക്ക്. സെൻട്രൽ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രലിൽ നമുക്കൊരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സെൻട്രൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. പാസഞ്ചർ ഉണ്ട് എങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കാനായിട്ട് പറ്റും. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരുടെ മറ്റ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് ഒരു 12 Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം നമുക്ക് ബാക്കിൽ ലെഗ് റൂം ആൻഡ് ന്യൂ റൂമായിട്ട് കാണാം. ഇനി മാസീവായിട്ടുള്ള ഹെഡ് റൂമാണ്. ഇതൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ റീഡിംഗ് ലൈറ്റുകൾ കാണാം. അതും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശത്ത് നമുക്ക് ഗ്രാബ് ഹാൻഡിലും റീഡിംഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താർ റോക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ് എല്ലാ വേരിയന്റുകളും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻഡ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമുക്കൊരു 2 ലിറ്റർ ഹെംസ്റ്റാലിൻ പെട്രോൾ എഞ്ചിനും 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 എഞ്ചിനും നമ്മുടെ XUV 700 ഉണ്ടായിരുന്ന സെയിം എഞ്ചിനാണ്. മൈലേജ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. ഇത്രയും വലിയൊരു വാഹനത്തിൽ മൈലേജ് നോക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വേരിയന്റുകളുടെയും പ്രൈസ് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്തൊരു വേരിയന്റ് റിവ്യൂ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ബേസ് വേരിയന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ കുറച്ച് വൈകുന്നേരം ആയിട്ടുണ്ട്. അതിന് വീഡിയോയുടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതെല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.